നമസ്കാരം. എന്തൊക്കെയാണ് ഈ ആരോഗ്യമന്ത്രി കാട്ടിക്കൂട്ടുന്നത് എന്ന് ചിന്തിക്കുകയാണ് CPM പ്രവർത്തകരും. ഉണ്ടായത് അക്രമം തന്നെയാണ് എന്ന് ഉറച്ചു പറയാൻ പോലും സഖാക്കന്മാർക്ക് പോലും മടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന് അവകാശപ്പെടുന്ന ആരോഗ്യമന്ത്രി ICUവിൽ അഡ്മിറ്റ് ചെയ്ത് സ്വയം തീരുമാനിക്കുകയാണ് തനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകണമെന്ന്. പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി എത്തുമെന്ന്. പക്ഷേ ഉണ്ടായത് മറിച്ച്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ 7 അഴലത്തേക്ക് ആരോഗ്യമന്ത്രി എത്തിയില്ല എന്ന് മാത്രമല്ല, സ്വന്തം വീട്ടിലേക്ക് കുറച്ചധികം ദിവസം അവധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുകയും ചെയ്തു. അങ്ങനെ സ്വന്തമായി ചികിത്സ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അപകടമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ICU നാടകം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും പാർട്ടിയെയും സഖാക്കന്മാരെയും ഒരേപോലെ വെട്ടിലാക്കിക്കൊണ്ട് ആരോഗ്യമന്ത്രിയുടെ പൊറാട്ട നാടകം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. ആരോഗ്യമന്ത്രിക്ക് സുരക്ഷയും ചികിത്സയും നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ജോലിയടക്കം നഷ്ടമാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി കൈകഴുകി പോകുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി ICUവിൽ നിന്ന് ഒളിച്ചോടി എന്ന തരത്തിലുള്ള പരാമർശങ്ങളും ആക്ഷേപങ്ങളും ഉയരുകയാണ്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അന്വേഷണ സംഘം. KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കേസിൽ അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘം റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രി പറയുന്ന തരത്തിലുള്ള തെളിവുകളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. റെയിൽവേ സംരക്ഷണ സേന RPFിൽ നിന്നാണ് കേരള റെയിൽവേ പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളിലൂടെ മറ്റും പുറത്തു വന്നതിനപ്പുറം മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന ഈ CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നു. അതായത് തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. സംഭവവുമായി ബന്ധപ്പെട്ട് RPF ഉദ്യോഗസ്ഥരിൽ നിന്നും മന്ത്രിയെ ചികിത്സിച്ച പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്നും മൊഴിയെടുത്തെങ്കിലും അവിടെയും പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി പറയുന്ന ആരോപണത്തിന് വിധേയമാകുന്ന സംഭവങ്ങൾ ഒന്നും തന്നെയില്ല. ആരോഗ്യമന്ത്രിയുടെ പ്രായം, ആരോഗ്യമന്ത്രിക്കുണ്ടാകുന്ന സാധാരണ രീതിയിലുള്ള അസുഖങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരുടെയും മൊഴിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയിൽ നിന്ന് മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ICUവിൽ നിന്ന് സ്വന്തം കാറിൽ നാട്ടിലേക്ക് പറക്കാൻ സാധിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് ഒരു മൊഴി കൊടുക്കാൻ എന്താണ് ഇത്ര വിമിഷ്ടം എന്നുള്ള ചോദ്യവും ഇതോടുകൂടെ ഉയരുകയാണ്. കോഴിക്കോട് റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ സുധീർ മനോഹറിന്റെ നേതൃത്വത്തിൽ 6 പേരടങ്ങുന്ന സംഘമാണ് കേസന്വേഷണം നടത്തുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് കഴുത്തിന് പരിക്കേറ്റു എന്നാണ് ആരോപണം. മന്ത്രിയെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത് പാഞ്ഞെടുത്തെന്നും ആയുധം ഉപയോഗിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്നുമാണ് കേസ്. വധശ്രമ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്ത KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പേർ കണ്ണൂർ സബ് ജയിലിൽ റിമാൻഡിലാണ്. വധശ്രമത്തിന് കേസെടുത്തെങ്കിലും അതിന് ബലം നൽകുന്ന തരത്തിൽ മന്ത്രിയെ ആക്രമണത്തിന്റെ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പോലീസും പറയുന്നത്. പോലീസിനെ കുഴയ്ക്കുന്നതും ഈ തെളിവിന്റെ അഭാവം തന്നെ. പുറത്തുവന്ന ദൃശ്യങ്ങളെല്ലാം പോലീസ് വലയത്തിനകത്താണ് മന്ത്രിയുള്ളത് എന്ന് കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ വധശ്രമ കേസ് നിലനിൽക്കില്ലെന്ന അഭിപ്രായവും പോലീസിനുണ്ട്. വധശ്രമവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കേസിൽ നിന്നും ഒഴിവാക്കിയേക്കുമെന്നുമുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് റിമാൻഡിൽ കഴിയുന്ന KSU നേതാക്കൾ വെള്ളിയാഴ്ച കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലും ആവശ്യപ്പെടുന്നു. ജാമ്യ ഹർജിയിൽ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. ജയിലിൽ കഴിയുന്ന KSU നേതാക്കളെ KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP, യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, ദിയോ മോഹനൻ തുടങ്ങിയ നേതാക്കൾ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയം ഉയരുന്നത് ആരോഗ്യമന്ത്രി നടത്തിയിട്ടുള്ള നിയമലംഘനം തന്നെയാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടുന്ന കാര്യമല്ല ആരോഗ്യമന്ത്രി ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയരുന്നത്. ആരോഗ്യമന്ത്രി ചെയ്തിരിക്കുന്നത് എന്താണ്? കള്ളക്കേസ് കൊടുക്കുക എന്നുള്ളത്. സാധാരണ ഒരു പൗരൻ മറ്റൊരു പൗരനെതിരെ കള്ളക്കേസ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കുറ്റമാണ്. അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കൂടെ ചെയ്തു കാണുമ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുക എന്നാണ് ചോദിക്കുന്നത്. CMP നേതാവ് കഴിഞ്ഞ ദിവസം ആരോപണങ്ങൾ ഉന്നയിച്ചതും വിമർശനങ്ങൾ ഉന്നയിച്ചതും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇങ്ങനെയാണ്:
അതായത് ഒരു മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ നിയമത്തെ അടക്കം വളച്ചൊടിച്ചു അല്ലെങ്കിൽ പറ്റിച്ചു എന്ന് ചുരുക്കം. ഒരു പൗരനെതിരെ കള്ളക്കേസ് കുടുക്കിയ ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകുന്നതാണ് ഇതിലും ഭേദമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാലും ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിനിടയിലാണ് മന്ത്രി തന്റെ ആരോഗ്യ സ്ഥിതി ശരിയാകുന്നതുവരെ താൻ റെസ്റ്റിലായിരിക്കും ചികിത്സ എന്നൊക്കെ അറിഞ്ഞ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മന്ത്രിയുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതായിരുന്നു തുടക്കം മുതലുള്ള ആരോപണം. CPM പറയുന്നത് മന്ത്രിക്ക് നേരെയുണ്ടായത് അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ്, കൊലപാതക ശ്രമമാണ് എന്നൊക്കെയാണ്. എന്നാൽ സ്വന്തം പോലീസ് സംവിധാനങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ആരോഗ്യമന്ത്രിയെ ആരാക്രമിച്ചു എന്നാണ് പറയുന്നതെന്നാണ് CPMനോട് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. എന്തെങ്കിലും ഇരവാദം ഇറക്കിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിവിടെ നടപ്പാകില്ല എന്നും ചിലർ പ്രതികരിക്കുകയാണ്. അതേസമയം KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിന് ഇടയായ സംഭവത്തിൽ പ്രമേയവുമായി CPM പോളിറ്റ് ബ്യൂറോവും രംഗത്തുണ്ട്. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണമാണ് ഇതെന്നാണ് പ്രമേയത്തിൽ ആരോപണം. മന്ത്രിക്ക് നേരെ KSU ഗുണ്ടകൾ അഴിച്ചുവിട്ട ആക്രമണത്തെ അപലപിക്കുന്നെന്നും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളിലും സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനങ്ങൾ തുടരുന്ന കോൺഗ്രസിനും BJPക്കും LDFന്റെ നേട്ടങ്ങൾ ഉൾക്കൊള്ളാനാകുന്നില്ല എന്നുമുള്ള CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പത്രക്കുറിപ്പും ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അതേസമയം ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ ചികിത്സയിൽ തുടരുന്ന സമയത്ത് അവരെടുത്ത സെൽഫിയാണ്. ICUവിൽ നിന്ന് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന മന്ത്രി വീണ ജോർജ് തന്നെ ചികിത്സിക്കാനെത്തിയ തന്നെ സഹായിക്കാൻ ഒപ്പം നിന്ന് സിസ്റ്റർമാരുമായി ചേർന്നൊരു സെൽഫി എടുക്കുന്നു. വേദന സഹിക്കാൻ സാധിക്കാതെ ആരോഗ്യമന്ത്രി ഇത്രയ്ക്കൊന്നും പുഞ്ചിരിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ള വിമർശനങ്ങളാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, അതെല്ലാം കഴിഞ്ഞ് സെൽഫി അടക്കം വിവാദമായതിന്റെ പിറ്റേ ദിവസമാണ് രാവിലെ തന്നെ പുലർച്ചെ ഏകദേശം 3-4 മണിക്കുള്ളിൽ തന്നെ ആരോഗ്യമന്ത്രി ഒരു ഒളിച്ചോട്ടം എന്നുള്ള രീതിയിൽ, ഒരു മുങ്ങൽ എന്നുള്ള രീതിയിൽ സ്വന്തം മെഡിക്കൽ കോളേജിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് ചികിത്സയിൽ കഴിയുന്നവരുടെ സ്വന്തം തീരുമാനപ്രകാരം ആശുപത്രിയിലെ നഴ്സുമാരും മന്ത്രിമുഖമൊക്കെ സെൽഫി എടുത്തതിനു ശേഷം ആരോഗ്യമന്ത്രി തന്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. KSUവിനെതിരെ ഇടത് സൈബർ ഹാൻഡിലുകളും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നതും യാഥാർത്ഥ്യം. സംഭവം വിവാദമായതോടെ ആരോഗ്യ വകുപ്പ് വിവരങ്ങൾ തേടിയിരിക്കുകയാണ്. മന്ത്രിയോട് അത്രയ്ക്ക് അടുപ്പം തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ ഡിസ്ചാർജ് ചെയ്ത ശേഷം മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് വിശ്രമത്തിനായി എത്തി എന്നുള്ള അറിയിപ്പും പുറത്തു വന്നു കഴിഞ്ഞു. മന്ത്രിയുടെ ഓഫീസാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ മാർച്ച് 2-ാം തീയതി വരെയുള്ള പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. 4 ദിവസം പൂർണ്ണ വിശ്രമത്തിലാണ് ആരോഗ്യമന്ത്രി എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർമാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളടക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും സൂചനകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോളോ അപ്പ് ചികിത്സ നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ കഴുത്തിന് പരിക്കേറ്റെന്ന് പറഞ്ഞ് പരിയാര തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയായിരുന്ന മന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ 400ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് പത്തനംതിട്ടയിലെ വീട്ടിലെത്തിയത് എങ്ങനെയെന്നുള്ള ഒരു ആക്ഷേപം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയപ്പോൾ ആക്രമണത്തിനിരയായി എന്നും കഴുത്തിന് പരിക്കേറ്റെന്നുമാണ് വീണ ജോർജും CPM നേതാക്കളും പറഞ്ഞത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിക്ക് സമീപം പോലും എത്തിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. മന്ത്രിക്ക് അഭിനയിക്കാനുള്ള ഓസ്കാർ പുരസ്കാരം നൽകണമെന്നുള്ള പരിഹാസവും നിലവിലുണ്ട്.